നമസ്കാരം. IFPHന്റെ 1880 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഹോമിയോപ്പതി രംഗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ വളരെ നല്ല പുരോഗതിയാണ് ഡിപ്പാർട്ട്മെന്റ് പല തരത്തിലായി കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ നടക്കുന്നു? കാരണം ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ വളർച്ചയും, ഓരോ ചെറിയ വളർച്ച പോലും ഹോമിയോപ്പതി സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യും. അത് പ്രൈവറ്റ് പ്രാക്ടീഷണേയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയും ശ്രദ്ധിക്കുകയും വേണം എന്ന് പറയാനുണ്ട്. നമ്മൾ ഇന്നത്തെ വിഷയം തൃശ്ശൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ കുറിച്ചാണ്. നമ്മൾ ഈ വിഷയത്തിൽ നമ്മളോട് സംവദിക്കുന്നതിനായിട്ട് നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ സുജാത മാഡം ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ മുരളീകൃഷ്ണനുണ്ട്, ഡോക്ടർ നീലിമയുണ്ട്. അങ്ങനെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. സുജാത മാഡത്തെ ഈ പരിപാടിയിലേക്ക് ആദരവും ക്ഷണിക്കുന്നു. മാഡം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ. വീഡിയോ എനിക്ക് എന്താണ് കിട്ടുന്നില്ല, ഇവിടെ നെറ്റ് കുറവാ തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ക്ഷണിച്ചതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു IFPH ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. എനിവേ, ഞങ്ങളൊരു ചെറിയൊരു ജിസ്റ്റ് തരാം ഈ സ്ഥാപനത്തിൽ എങ്ങനെയാണ് നമുക്ക് കായകൽപ്പ അവാർഡ് കിട്ടിയെന്നുള്ളത്. ഫസ്റ്റ് ഐ ആസ്ക് ഡോക്ടർ നീലിമ ടു പ്ലേ ദി വീഡിയോ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് 1959 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പുതിയ ബിൽഡിങ്ങിലേക്ക് നമ്മൾ വന്നത് 2016 പൂത്തോളാണ് ഹോസ്പിറ്റൽ ഉള്ളത്. ഫസ്റ്റ് 2 ഫ്ലോറാണ് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2023 ആകുമ്പോഴേക്കും കിഴക്കുംപാട്ടുകരയിൽ നിന്നുള്ള ഹോസ്പിറ്റല് നാച്ചുറൽ ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു, IP വരെ ഷിഫ്റ്റ് ചെയ്തു. ഈ ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു NABH അക്രഡിറ്റേഷന് പോവാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പഴയ DMOമാരായാലും സൂപ്രണ്ടായാലും RMOs ആയാലും അതിനെ ശരിക്കും പറഞ്ഞ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ ഓൾറെഡി ക്ലീൻ ഹോസ്പിറ്റലിനെ ഞങ്ങൾ ഒന്നും കൂടി ക്ലീൻ ആക്കി മോർ സിസ്റ്റമാറ്റിക് ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടുന്നത്. ആക്ച്വലി കായകൽപ്പ അവാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ 2015 സ്റ്റാർട്ട് ചെയ്തത് അലോപ്പതി വിങ്ങില്. ആയുർവേദം, ഹോമിയോപ്പതി, ആയുഷ് വിഭാഗം അതിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത് 2025 അത് ഫസ്റ്റ് അവാർഡ് ഞങ്ങൾക്ക് തന്നെ കിട്ടിയത് വിത്ത് എ പെർസെന്റൈൽ സ്കോർ ഓഫ് 99.17% ആണ്. ആൻഡ് ക്യാഷ് എമൗണ്ട് ഓഫ് അബൌട്ട് 10 lakhs ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിൽ ബേസിക് ആയിട്ട് PPT ഒന്ന് ഇടാൻ പറ്റുമോ ഡോക്ടറെ? എനിക്കും വരുന്നില്ല അത്. ആണോ? ഓക്കെ. ഡോക്ടർ പറഞ്ഞോളൂ, ഞാൻ പറ്റുമ്പോ അത് ഇടാവേ. ആയിക്കോട്ടെ, മതി. ഇത് ശരിക്കും പറഞ്ഞാല് ഈ കായകൽപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവരുടെ ഉദ്ദേശം എന്താ വെച്ചാല് ക്ലെൻലിനെസ്, ഹൈജീനും അതുകൂടാതെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. നമ്മൾ പണ്ടത്തെ കാലത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക? അത്ര നീറ്റും ക്ലീനും ഒന്നും അല്ല. പക്ഷെ ഇപ്പൊ നമ്മളുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസോ ഡിസ്പെൻസറീസ് പോയി കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് സിനാറിയോ ആണ്. അത് ഈ കായകൽപ്പം പിന്നെ അതേപോലെ NABH അക്രഡിറ്റേഷൻ വന്നത് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സ്കീമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയത്. ആ ഒരു തന്നെയാണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റിലും. ഇപ്പോ ഒരുപാട് സ്ഥാപനങ്ങൾ NABH അക്രഡിറ്റേഷൻ കിട്ടിയ ഡിസ്പെൻസറീസ് ഉണ്ട്. അതുകൂടാതെ ഹോസ്പിറ്റൽസിൽ അതുപോലെ ആയുഷ് കായകൽപ്പ അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റിയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ 6 sections ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യാം. 6 സെക്ഷൻ. ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിന്റെ അപ്കീപ്പ്. ഒരു വീട് പോലെ തന്നെയാണ്. നമ്മളൊരു വീട്ടിലേക്ക് ആദ്യം കയറി വരുമ്പോൾ എങ്ങനെയാണ്? ഗേറ്റ് ഉണ്ടാവും, നല്ല വെൽ ഗേറ്റ്, വെൽ ലിറ്റപ്പ് ആയിരിക്കണം. ഫ്രണ്ടില് പേരും ഒക്കെ വെൽ ഡിസ്പ്ലേഡ് ആയിരിക്കണം. അതുകൂടാതെ നല്ല ഒരു കോമ്പൗണ്ട് വാൾ വേണം. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉള്ളിലേക്ക് സ്ട്രേ ഡോഗ്സോ അങ്ങനെ ഒന്നും കയറി വരാൻ പാടില്ല. അങ്ങനെ ലേ ഔട്ട്സ് കംപ്ലീറ്റ് വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. കിട്ടിയില്ലേ?
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മെയിൻ ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആനിമൽസ് ഒന്നും കയറാതിരിക്കാനും സ്ട്രേ ഡോഗ്സും അമാതിരി കാറ്റ്സോ അങ്ങനെ അപ്പൊ ഫീഡിങ് ഒക്കെ ഒഴിവാക്കണം. പൊതുവെ പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ ആൾക്കാർ ഭക്ഷണം ഇട്ട് കൊടുക്കും, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പെസ്റ്റ് കൺട്രോള്, എലിയുടെ ശല്യം, മൊസ്കിറ്റോ ശല്യം അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അത് നമ്മളൊരു ഗവൺമെന്റ് ഏജൻസീസിന് കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഇത് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ലാൻഡ്സ്കേപ്പിംഗ്. നമ്മൾ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ്, ഞങ്ങൾക്ക് ലാൻഡിന്റെ സ്കേപ്പിംഗിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലാൻഡിനെ കുറിച്ച് പരിമിതി ഉണ്ട്. 35 സെൻസേ ഉള്ളൂ ടൗണിന്റെ ഉള്ളിലായതുകൊണ്ട്. അപ്പോൾ എന്താ പറയാ, പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലം ആവശ്യമുള്ളതുകൊണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ഞങ്ങൾ ചെറിയ തോതിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ വി ഹാവ് എ സ്മോൾ ഗാർഡൻ ദർ ആസ് വെൽ ആസ് ഒരു ഹെർബൽ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ഏരിയാസ് നമ്മൾ ഉള്ളിൽ കയറി പോകുമ്പോഴും നല്ല ഒരുമാതിരി അബാൻഡൻ ബിൽഡിങ്സോ അങ്ങനെയൊന്നും പാടില്ല. വേറെ ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ടൈഡി, നോ വീഡ്സ്, വീടുകളൊന്നും വളരാത്ത രീതിയിൽ വേണം നമ്മൾ ആ പ്രൊമൈസസ് സൂക്ഷിക്കാൻ. അതേപോലെ ഉള്ളിൽ കയറി വന്നാൽ വെൽ പ്ലാസ്റ്റേർഡ് ആയിരിക്കണം, വാൾസ് നന്നായിട്ട് പെയിന്റഡ് ആയിരിക്കണം. അതുകൂടാതെ ലൈറ്റിംഗ് കറക്റ്റ് ആയിരിക്കണം. ലൈറ്റിംഗ് വരെ പ്രയോറിറ്റി ഉണ്ട്. എത്ര നമ്മൾ ലൈറ്റ് നമ്മൾ കോറിഡോർസിന് ഉപയോഗിക്കണം, OPD-യിൽ ഉപയോഗിക്കണം, IP-യിൽ എത്ര ഉപയോഗിക്കണം, ടോയ്ലറ്റ്സ്, അങ്ങനെ ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ലൈറ്റിംഗ് കൊടുക്കാൻ. ഇറ്റ്സ് ഓൾ പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉള്ളിൽ കയറി വരുമ്പോ തന്നെ സൈനേജസ് ഉണ്ടാവണം. സൈനേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വ്യക്തി കയറി വന്നു കഴിഞ്ഞാല് ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. അവർക്ക് വഴി അതിൻ്റെ ഉള്ളിൽ കൂടി നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റണം വിതൗട്ട് ആസ്കിങ് എനിബഡി. അതാണ് എൻ്റെ ഏറ്റവും ബൈലിംഗ്വൽ ആയിരിക്കും, ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഇൻ മലയാളത്തിലാണ് നമ്മൾ സൈനേജസ് വെച്ചിരിക്കുന്നത്. ആ സൈനേജസിൽ ഒരു യൂണിഫോമിറ്റിയും വെക്കും. അപ്പൊ ഓരോരോ ഫ്ലോറിൽ എന്തൊക്കെ കിട്ടും എന്നുള്ള മാപ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ. പിന്നെ അതുകൂടാതെ നമ്മൾ അവിടുത്തെ ഫേർണിച്ചേഴ്സ് ആയാലും എല്ലാം എന്താ പറയാ, കേടുപാടുകൾ വരുമ്പോ അത് അപ്പപ്പ കറക്റ്റ് ചെയ്ത് പോകണം. ആ ഒരു ലെവലിലാണ് നമ്മൾ മുന്നോട്ട് പോണത്. എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ അതിന് കറക്ഷൻ ഒരു 24 hours അല്ലെങ്കിൽ ഒരു 1 week ടൈം, അതിന്റെ പ്രശ്നത്തിനനുസരിച്ച് നമ്മൾ ടൈം വെക്കും. അതിൽ അപ്പൊ തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യണം. ആ ഒരു ലെവലിലാണ് നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. പിന്നെ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ എന്തായാലും ജങ്ക്സ് ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ, വേസ്റ്റുകൾ, ഒരുപാട് എക്സസ് സാധനങ്ങൾ ഉണ്ടാവാം. പിന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മളെ ബോട്ടിൽസ്, യൂസ് ചെയ്ത കുറേ ബോട്ടിൽസ് ഉണ്ടാവും. ലൈക്ക് നമുക്ക് ഹോംകോ എന്ന് പറയുന്ന മെഡിസിൻ ബോട്ടിൽസോ അതെല്ലാം ഉണ്ടാവാം. അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനൊക്കെ ഓരോരു പർട്ടിക്കുലർ ഏരിയ വെക്കണം. അപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ സർപ്ലസ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ ലേബിൾ ചെയ്തിട്ട് നമ്മൾ അത് സ്റ്റോർ ചെയ്യും. ഒരിക്കലും കോറിഡോർസോ അങ്ങനെയൊന്നും ഇടല്ല, പേഷ്യൻസ് പോണ സ്ഥലത്തൊന്നും ഇല്ല, അതിന് സെപ്പറേറ്റ് ഏരിയ നമ്മൾ വെക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ കൃത്യമായിട്ട് ഓരോരോ സെപ്പറേറ്റ് ഏരിയാസ് കൊടുക്കും. ഔട്ട്ഡേറ്റഡ് സാധനങ്ങൾ സെപ്പറേറ്റ്, സ്ക്രാപ്പ് സെപ്പറേറ്റ്, ബോട്ടിൽസ്, എംപ്റ്റീഡ് ബോട്ടിൽസ് വേറെ ഏരിയ. ഓൾ വിൽ ബി ലേബിൾഡ് ആൻഡ് കെപ്റ്റ്. അങ്ങനെയാണ്. പിന്നെ വരുന്നത് നമ്മളതിലൊക്കെ വാട്ടർ കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ നമുക്കൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട് ഹോസ്പിറ്റലിൽ. ഇലക്ട്രീഷ്യൻ നമ്മളവിടുത്തെ എന്താ പറയുക, ഇലക്ട്രിക്കൽ കാര്യങ്ങളായാലും പ്ലംബിങ്ങിന്റെ കാര്യങ്ങളായാലും എല്ലാം നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളവിടെ ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സ്ലൈഡിൽ, തേർഡ് സ്ലൈഡിൽ പറഞ്ഞ മാതിരി എല്ലാ വർക്ക് പ്ലേസസിലും നമ്മളൊരു 5 SS ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളെ ഇൻഡസ്ട്രി, നമ്മൾ മാത്രമല്ല ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും 5 SS ഉണ്ട്. ആ ഒരു പാറ്റേണിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു ആ സാധനം ഒരു സ്ഥലത്ത് അത് ആവശ്യമുണ്ടോ ഇല്ലയോ നോക്കും, സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറയാ. അത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബുക്ക് എടുക്കാൻ വെച്ചാൽ വൃത്തിയായിട്ട് നമ്മളത് നന്നായിട്ട് നമ്മളത് എന്താ പറയാ കവർ ചെയ്യും, ലേബിൾ ചെയ്യും. ബ്രൗൺ കവർ, എല്ലാം യൂണിഫോമിറ്റി ഉണ്ടാവും, എല്ലാം ബ്രൗൺ കവർ ഇടാം. അങ്ങനെ ഒരു ലെവലാണ് പോണത്. പിന്നെ അതിനെ വന്നിട്ട് ഷൈൻ ചെയ്യാന്ന് പറയും. ഷൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക, നീറ്റാക്കി വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് സ്റ്റാൻഡർഡൈസ് ചെയ്യും. ഒരു BP അപ്പാറ്റസ് ആയാലും എന്ത് സാധനം, ഒരു എക്സാമ്പിളാണ് പറയുന്നത്, അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. അത് ഒരു ഇയർലി ലെവലിൽ നമ്മളത് കാലിബ്രേറ്റ് ചെയ്യും. ഈവൻ ഫ്രിഡ്ജസ് ആയാലും നമ്മളത് കാലിബ്രേറ്റ് ചെയ്യും. ടെമ്പറേച്ചർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഒരു ഇത് വെച്ച് കൊടുക്കും, ടെമ്പറേച്ചർ റീഡ് ചെയ്യാൻ വേണ്ടി. അപ്പം -8 വരെ നമുക്ക് വരാൻ പാടുള്ളൂ. മേലെ വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ഫ്രിഡ്ജിന് എന്തോ പ്രശ്നമുണ്ട്, അപ്പം തന്നെ നമ്മളത് മെയിൻ്റനൻസിന് പോകും, വർക്കിൽ പോകും. ആ ഒരു ലെവലിലാണ് നമ്മളവിടെ എല്ലാം ചെയ്യുന്നത്. പിന്നെ സസ്റ്റെയിൻ ചെയ്യാം. എന്ത് കേട് വന്നാലും ആ സാധനം അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതാണ് ഹോസ്പിറ്റൽ അപ്കീപ്പ് പറഞ്ഞ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ നോക്കുന്നത്.
സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സാനിറ്റേഷൻ ആൻഡ് ഹൈജീനിൽ വരുന്നത് നമ്മൾ ഓരോരോ ഏരിയാസിൻ്റെയും ഒന്ന് കോബ്വെബ് ഉണ്ടോ നോക്കണം, പിന്നെ ഡസ്റ്റോ ഡേർട്ട് ഒന്നും ഇല്ലാതെ നോക്കണം, ക്ലീൻ ആയിരിക്കണം ഓരോരോ സ്ഥലങ്ങളും. നമ്മൾ അതിനനുസരിച്ച് ട്വൈസ് ഓർ ത്രൈസ് ക്ലീനിങ് ഉണ്ടാവും. അത് പല ഏരിയ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി സാധാരണ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഏരിയ, പേഷ്യൻസ് അധികം ഉപയോഗിക്കാത്ത ഏരിയ, കോമൺ ഏരിയ, അങ്ങനെ ലെവലിലാണ് നമ്മളത് മുന്നോട്ട് പോണത്. പിന്നെ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആയിരിക്കണം. ആ സ്റ്റാൻഡേർഡ് വെച്ചാൽ ISI മാർക്കുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഗ്രേഡുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അതുകൂടാതെ ഇതൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് ഓരോന്നിനും നമുക്കൊരു കമ്മിറ്റീസ് ഉണ്ടാവും ക്ലെൻലിനെസ് മോണിറ്റർ ചെയ്യാൻ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, ക്ലീനിങ് സ്റ്റാഫ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും, എല്ലാ റൂമിൽ ഇട്ടിട്ടുണ്ടാവും. ഒരു റൂമിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മുഴുവൻ ചെക്ക് ലിസ്റ്റ്, ടോയ്ലറ്റ് മുതൽക്ക് എന്താ പറയുക ഫേർണിച്ചർ മുതൽക്ക് എല്ലാം വരും, ആ ചെക്ക് ലിസ്റ്റിൽ വരും. ആ ചെക്ക് ലിസ്റ്റ് വന്നാൽ അവർ ക്ലീൻ ചെയ്യുന്നതിന് ടിക്ക് ചെയ്ത് പോയിട്ട് ഒരു നേഴ്സും ഇൻചാർജ് ഉണ്ടാവും ഓരോ ഫ്ലോറിലും. അവർ വന്ന് നോക്കും. പിന്നെ വീക്ക്ലി വൺസ് RMO അതിനെ മോണിറ്റർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അവിടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഏറ്റവും വലിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അത് 2016 റൂൾ പ്രകാരമാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്. പിന്നെ 2019 ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്, അതിനനുസരിച്ചും നമ്മൾ കുറെ ചേഞ്ചസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇമേജ് ആണ് കൊണ്ടുപോണത്. ഇമേജ് പറഞ്ഞു കഴിഞ്ഞാൽ IMAയുടെ ഒരു വിങ് ആണ് കൊണ്ടുപോണത്. അതിൽ നമ്മൾ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ലാബിലും പിന്നെ ഡ്രസ്സിങ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ IP-ലൊക്കെയാണ് നമ്മൾ ഈ ബിൻസ് വെക്കുന്നത്. പെഡൽ ബിൻസ് ആയിരിക്കും. ഇതിൽ കാണാൻ പറ്റും ഓരോരോ ബിന്ന് എന്തൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് വേണം അത് നമ്മൾ എന്താ പറയുക സ്റ്റാഫും അതേപോലെ തന്നെ പേഷ്യൻസിനും ഒരേപോലെ നമ്മൾ അവരെ പറഞ്ഞ് എന്താ പറയുക അവരെ പഠിപ്പിച്ച് വിടുക ചെയ്ത് നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്. അതുകൂടാതെ മേലെ നമ്മൾ അതിൻ്റെ ഒരു IECയും കൂടി ഉണ്ടാവും. നോക്കി അവർക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു IECയും കൂടി അവിടെ വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ ഷാർപ്പ് ഓബ്ജക്ട്സ് മാനേജ്മെന്റ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ബ്ലേഡ്സ് എക്സെട്ര, സ്കാൽപ്പൽ, സിറിഞ്ചസ്, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നീഡിൽ പ്രിക്ക് ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ മാനേജ് ചെയ്യുന്നതും കൂടി ലാബിൽ അതിനൊരു കിറ്റുകൾ അവിടെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓരോ സ്റ്റാഫിനും നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹസാർഡസ് മെറ്റീരിയൽസ്, മെർക്യുറി. ഇപ്പൊ നമ്മൾ അധികം പുതിയത് മേടിക്കുന്നൊക്കെ ഡിജിറ്റൽ BP അപ്പാരറ്റസസ് ആണ്. നമ്മൾ അധികം മെർക്യുറി ഉള്ള അപ്പാരറ്റസസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഇത് എന്തെങ്കിലും സ്പില്ല് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യാം അതും നമ്മളെ സ്റ്റാഫൊക്കെ നമ്മൾ അതുവരെ പഠിപ്പിക്കുന്നുണ്ട്. അത് അവരനുസരിച്ച് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിക്വിഡ് വേസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ ലാബിൽ നിന്ന് വരുന്ന ലിക്വിഡ് വേസ്റ്റ് ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളത് ഡിസിൻഫെക്ട് ചെയ്യും. ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മളത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഇട്ടിട്ട് ഡിസിൻഫെക്ട് ചെയ്ത് 24 hours കഴിഞ്ഞിട്ടേ അത് ഡ്രെയിൻ ചെയ്യുള്ളൂ. അതേമാതിരി തന്നെ കിച്ചൻ്റെ വേസ്റ്റ് ആയാലും ബാത്റൂം വേസ്റ്റ് ആയാലും അത് സമ്പിലേക്കും പിന്നെ മറ്റേ ടോയ്ലറ്റ് വന്നിട്ട് നമ്മൾ സെപ്റ്റിക് ടാങ്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എവറിത്തിങ് എല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് ഒരു ജൂൺ 30 ആകുമ്പോഴേക്കും എല്ലാ കൊല്ലം നമ്മളത് അപ്ലോഡ് ചെയ്യണം. അതിനനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് മനസ്സിലാവുണ്ടല്ലോ, സെഗ്രിഗേഷൻ. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയാ മാനേജ്മെന്റ് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കളക്ഷൻ ഏരിയ നമ്മൾ അവിടെ തന്നെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതാണ് ഈ ബിൻസിലേക്ക് ഇടുന്നത്. അതൊരു 3/4 അതിൻ്റെ ഉള്ളിലൊക്കെ ലൈനിങ്സ് ഉണ്ടാവും, ലൈനേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇമേജ് തന്നെ നമുക്ക് സപ്ലൈ ചെയ്യാം. ആ ലൈനേഴ്സ് ഇട്ടിട്ട് അത് ഏകദേശം 3/4 ആകുമ്പോൾ തന്നെ കെട്ടിയിട്ട് വേറെ പുറത്ത് ഒരു ബോക്സസ് ഉണ്ട്, അതിൽ കൊണ്ടുപോയി വെക്കും. ദാറ്റ് ഈസ് ഓൾവേസ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എന്നിട്ട് പുറത്തുനിന്ന് ഇമേജ് വരുമ്പോൾ അവരത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് നടക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോളിൽ മെയിൻ ആയിട്ട് ഹാൻഡ് ഹൈജീൻ പ്ലീസ്. ഹാൻഡ് ഹൈജീൻ നമ്മൾ കോവിഡിന്റെ ടൈമിൽ തന്നെ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇതാണ് 6 steps ഓഫ് ഹാൻഡ് വാഷിംഗ് ഉള്ളത്. അതേ തന്നെയാണ് നമ്മളെ ഒരു NICUവിൽ പോയാലും നഴ്സസ് ചെയ്യുന്നതും ഹാൻഡ് വാഷ് ആണ് ഏറ്റവും അധികം ഒരു പ്രയോറിറ്റി കൊടുക്കുക. ബിക്കോസ് ഇറ്റ് കൺട്രോൾസ് ഇൻഫെക്ഷൻ എന്നാണ് അവർ പറയുന്നത്. ഒരു പേഷ്യൻറ്റിന്
ഏറ്റവും ഒരു എന്താ പറയാ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയാലും ബാരിയർ ആയാലും ഒക്കെ വേണ്ടത് ഹാൻഡ് വാഷിംഗ് ആണ്. ടെക്നിക്സ് എപ്പോഴൊക്കെ ഹാൻഡ് വാഷ് ചെയ്യുന്നത് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിലെ ഒരു അതിനനുസരിച്ച് ആണ് അവർ ചെയ്യുന്നതൊക്കെ. പിന്നെ അവൈലബിലിറ്റി ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ് ലൈക്ക് മാസ്ക്, പിന്നെ ഹെഡ് ഗിയർ, പിന്നെ ഗോഗിൾസ്, ഏപ്രിൻസ്, അതൊക്കെ നമ്മളൊരു എല്ലാ കാര്യങ്ങളും വി ആർ മേക്കിംഗ് ഇറ്റ് ഗ്ലവ്സ് അവൈലബിൾ ഫോർ ദ സ്റ്റാഫ്. പിന്നെ അതേമാതിരി ഓട്ടോക്ലേവ് ഉണ്ട്. നമ്മൾ ഡീപ്പ് ഡിസ്ഇൻഫെക്ഷൻ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വൂണ്ട് ഡ്രസ്സിങ്ങിനൊക്കെ വരുമ്പോൾ ഓട്ടോക്ലേവ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് സപ്പോർട്ട് സർവീസസ് ഉണ്ട്. നമ്മൾ ലിവിനൻ, ലോണ്ട്രി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ആള് വന്നിട്ട് നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്. ലിനൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി മാറ്റും. ബെഡ്ഷീറ്റ്സ് ഒക്കെ ഡെയിലി മാറ്റും. അതിന് കളേഴ്സ് വെച്ചിട്ടുണ്ട്, വിബ്ജിയോർ കളേഴ്സ് മാതിരി. അപ്പോൾ ഓരോ ദിവസം ഓരോരോ കളറായിരിക്കും ഞങ്ങൾ അവിടെ ഇട്ട് കൊടുക്കുന്നത്. വാട്ടർ സാനിറ്റേഷൻ, ഞങ്ങൾ വാട്ടറിന്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നിട്ട് ശരിക്കും ക്ലീൻ വാട്ടർ ഇപ്പോൾ ഒരു RO പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലത്തെ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പോർട്ടബിൾ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കോർപ്പറേഷന് ക്ലോറിനേറ്റഡ് വാട്ടറും അവൈലബിൾ ആണ് ഹോസ്പിറ്റലിൽ. പിന്നെ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന ഞങ്ങൾ ആകെ ഇമേജും പിന്നെ പിന്നെ ഫുഡ് വേസ്റ്റ് ഒക്കെ കുറച്ച് കൊണ്ടുപോകുന്നത് ഹരിതകർമ്മസേന കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് ഞങ്ങൾ അവിടെ തന്നെ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിയില കമ്പോസ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ പറയാ വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. പിന്നെ ഉള്ളത് നമ്മളെ ആൾക്കാരെ ബോധവൽക്കരിക്കുക. അവിടെ വരുന്ന പേഷ്യൻസ് ആയാലും നമ്മൾ അവരെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. താഴെ OPയിലൊക്കെ നമ്മൾ ക്ലാസ് വെക്കാറുണ്ട്. അതേപോലെ തന്നെ IP പോയിട്ട് ഡോക്ടേഴ്സ് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. റെഗുലർ ക്ലാസ്സസ് ഫോർ ദ സ്റ്റാഫ് ആസ് വെൽ ആസ് ദ ഡോക്ടേഴ്സ് നമ്മളവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താ പറയാ നോട്ട് ഓൺലി ഓൺ ഡിസീസസ്, ഈ ഹൗസ് കീപ്പിങ്ങിന്റെ കാര്യങ്ങളായാലും ആസ് വെൽ ആസ് ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ, ഓൺ ഹൈജീൻ, ആസ് വെൽ ആസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനത്തെ എല്ലാറ്റിലും ക്ലാസ് ഞങ്ങൾ റെഗുലർ ആയിട്ട് ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അതിന്റെ മാർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ 6 പാരാമീറ്റേഴ്സിന്റെ മാർക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വന്നത് സ്റ്റേറ്റിൽ. വേറെ എന്തെങ്കിലും സാർക്ക് ചോദിക്കാൻ? പിന്നെ വീഡിയോ ഉണ്ടല്ലോ മേഡം, അത് തുടങ്ങണോ അതാ ഇങ്ങനെ നീലിമ? അത് പ്ലേ ചെയ്യാൻ മാഡം പറ്റും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ലാപ്പിലൂടെ ഒന്ന് കയറിയിട്ടുണ്ട്. നോക്കാം. ഓക്കെ സാർ. പ്ലേ ചെയ്യാൻ പറ്റും, ഞാനിപ്പോ ചെയ്യാവേ. ഓക്കെ സാറേ, ഞാൻ ഡോക്ടർ മുരളീകൃഷ്ണനാണ്, പറഞ്ഞോളൂ. ആറന്മുള. തീർച്ചയായും. എനിക്ക് തോന്നുന്നു മാം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടും പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ കായകൽപ്പത്തിലേക്ക് പോയതെന്ന്. കാരണം ഈ വർഷം ആദ്യത്തെ കായകൽപ്പമായിരുന്നു നമുക്ക് ആയുഷ് ഡിപ്പാർട്ട്മെന്റില്, ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും. അതിൽ ഏറ്റവും മികച്ച മാർക്ക് കിട്ടിയതാണ് നമുക്ക്. അത്ര ഒരു ഡിഫറൻസിൽ മാർക്ക് കിട്ടിയത് നമുക്കാണ്. അപ്പൊ മാം പറഞ്ഞ കണക്ക് അത്രയും ചെയ്ത വർക്കിന്റെ എഫർട്ടാണ് അതിൽ കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാം പറഞ്ഞ ആ ഓരോ പോയിന്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പെസ്റ്റ് കൺട്രോൾ ആയാലും ഈ പറഞ്ഞ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ക്ലാസ്സുകളായാലും എല്ലാം ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കിനി വരുന്നത് NABH ആണ്. പണ്ട് കാലത്ത് ആശുപത്രികളിൽ ആദ്യം വന്നിരുന്നത് ISO സർട്ടിഫിക്കേഷൻ ആണ്. ഇപ്പം വരുന്നത് NABH ആണ്. NABHൽ പോയിട്ടുള്ള അലോപ്പതി ഹോസ്പിറ്റൽസ് ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മളെ ഹോമിയോപ്പതി ഹോസ്പിറ്റലിലായിട്ട് NABH പോയത് കുറച്ച് ഹോസ്പിറ്റൽസേ ഉള്ളൂ. അപ്പോൾ അതൊരു ചലഞ്ചാണ്. ഇതിൻ്റെ മാനദണ്ഡങ്ങൾ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. ഫയർ സേഫ്റ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ എക്സ്ട്രാ വരും. പക്ഷേ നമ്മൾ ഇപ്പം ചെയ്യുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, ഇപ്പം മാം പറഞ്ഞില്ലേ ഓരോന്നും. ഇപ്പം എന്താണ് നമ്മുടെ ലാബ് എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഈ വരുന്ന ഇത് ഒരു 24 മണിക്കൂർ വച്ചിട്ട് അത് വിടുക. പിന്നെ ബാക്കി വേസ്റ്റുകളെല്ലാം സമ്പിലേക്ക് ഇത് ചെയ്യുക. പിന്നെ നമുക്ക് എല്ലാ വേസ്റ്റുകളും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ബാക്കിയുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് എല്ലാം ഇവർ വഴിയാണ് നമ്മൾ ചെയ്യുന്ന ഇമേജ് വഴി. എനിക്ക് തോന്നുന്നത് ഡോക്ടർക്ക് അത് കിട്ടാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു.
നോക്കട്ടെ, നീലിമ ഡോക്ടർ അജിന് ഷെയർ ചെയ്യുന്നു. ഡോക്ടർ അജിന് ഷെയർ ചെയ്യണോ? ഓക്കെ, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണേ. ഓഡിയോ വന്നിട്ടില്ലേ? ഓഡിയോ വന്നിട്ടില്ല. ഷെയർ വിത്ത് ഓഡിയോ കൊടുക്കണേ. ഓഡിയോ കിട്ടുന്നില്ല, ഞാൻ വരുന്നില്ല. ഓഡിയോ ഇല്ല. സ്ക്രീൻ ഷെയർ ചെയ്ത് അങ്ങനെ ഐഡി ഇതുണ്ടല്ലോ. ഓഡിയോ കിട്ടുന്നില്ല. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാമോ? വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട്. ഷെയർ വിത്ത് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുമല്ലേ? ഓക്കെ ഡോക്ടർ. ഒന്ന് നോക്കിയാൽ മതി. ഓഡിയോ വരാത്തതെന്ന് മനസ്സിലാവില്ല. ആയിട്ടില്ല, ഓഡിയോ വരുന്നില്ല. ഡോക്ടർ അറ്റ്ലീസ്റ്റ് വീഡിയോ കണ്ടെന്ന് നോക്കിയാൽ ഓഡിയോ കാണാൻ കേൾക്കാൻ പറ്റില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ? ആ ഡോക്ടർ നീലിമ നോക്കൂ. ഒന്ന് നോക്കാം സർ. തീർച്ചയായിട്ടും നോക്കണം. എന്തായാലും ഇത്രയും വർഷം കൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ ഹാൻഡ് ഹൈജീനെ കുറിച്ച് ആദ്യം മെഡിക്കൽ ഫീൽഡ് ആദ്യം പറഞ്ഞ ഹാനിമാനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഡോക്ടർമാരെ രോഗം പരത്തുന്നതെന്നും ഒരു രോഗിയെ പരിശോധിച്ചിട്ട് കൈ വൃത്തിയാക്കാൻ അടുത്ത രോഗിയെ പരിശോധിക്കുമ്പോൾ രോഗം പകരുന്നു ഹാനിമാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, 10-250 കൊല്ലം മുമ്പ്. പക്ഷെ നമുക്ക് വലിയ ഗ്യാപ്പ് വന്ന് ഡോക്ടർ മുരളി ആ അതെ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഓഫ് ഹെൽത്ത് ഒരുപാട് കാര്യങ്ങൾ, ഈ സൂര്യപ്രകാശത്തെ കുറിച്ചും ഫ്രഷ് എയറിനെ കുറിച്ചും. ശരിക്കും പ്രിവെന്റീവ് മെഡിസിന്റെ എന്താ പറയുക, അതിന്റെ ഫാദർ ഹാനിമാനെന്ന് പറയേണ്ടി വരും. അത്ര വളരെ സിസ്റ്റമാറ്റിക്കൽ പറഞ്ഞിട്ടുണ്ട്. സാർ ഒന്ന് മുടി ഷെയറിംഗ് ഓപ്ഷൻ വെട്ടിയും അലോ ചെയ്യാമോ? ഓ ആണല്ലോ. ആണോ? ഓക്കെ ഓക്കെ, ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ കോ ഹോസ്റ്റ് ആണ്, ആദ്യം ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അല്ല സാർ, ഞാനിപ്പോ ലാപ്പിൽ നിന്നാണ് ഷെയർ ചെയ്യാൻ നോക്കുന്നത്. ചിലപ്പോ അതിൽ നിന്നാവും, രണ്ടിൽ നിന്ന് കയറിയിട്ടുണ്ട് ഞാൻ. അല്ല, ഇപ്പൊ സംസാരിക്കുന്ന ഏതിൽ നിന്നാണ്? ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ മൊബൈലിൽ നിന്നാണ്. ലാപ്പിൽ ഷെയർ ഏതാണ്? ചെയ്യാൻ ശ്രമിക്കുന്നത് ലാപ്പിൽ നിന്നാണ്. അയ്യോ, ഇതിൽ പേരെന്താ? ലാപ്പിൽ ഹാൻഡ് റൈസ് ടീമോ ചെയ്യാൻ തന്നെയായിരിക്കും. ആ ഓക്കെ ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് അറിയാം. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ഏത് പേരിലാണ്? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ആ കോ ഹോസ്റ്റ് ആക്കിയ ഓക്കെ. അതിന് ഷെയർ ചെയ്തോളൂ. ആ ഓഡിയോ വന്നിട്ടില്ല.
വളരെ നല്ലൊരു വീഡിയോ ആണ്, ഭംഗിയായിട്ട് എടുത്തിട്ടുമുണ്ട്. അത് കണ്ടില്ലെങ്കിൽ അത് നഷ്ടമാണ്. ഡോക്ടർ ഒന്നുകൂടെ ഷെയർ ചെയ്യണേ. ഞാനൊന്നുകൂടെ നോക്കാം സർ. അതുപോലെ ബെഡ്ഷീറ്റിന്റെ ഓരോ ദിവസം ഓരോ കളറാണെന്ന് പറഞ്ഞൊക്കെ തന്നെ വളരെ പ്രൊഫഷണൽ ആണ്. എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അത്രയും ഒരു സമയമാണെന്ന് തോന്നുന്നില്ല. പിന്നെ അതിൽ ഇപ്പോഴത്തെ ലോണ്ടറി സൗകര്യങ്ങളും. പക്ഷെ നമുക്കിനി വേണ്ടത് കൂടുതൽ സൗകര്യം വേണം, മാൻ പവർ കൂടുതൽ വേണം. അതാണ് നമ്മുടെ ആശുപത്രിക്ക് ഏറ്റവും അത്യാവശ്യം. ഇപ്പൊ തന്നെ ഫിസിയോതെറാപ്പി ഒരുപാട് സ്ഥലം 21 ഹോമിയോപ്പതി ആശുപത്രികളിൽ ഫിസിയോതെറാപ്പി തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നല്ലൊരു കാര്യം. നമ്മുടെ IP സ്ട്രെങ്ത് കാര്യമായിട്ട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനി വേണ്ടത് കൂടുതൽ കോഴ്സുകൾ ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ OPകളുണ്ട്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റുകൾ ഇല്ലല്ലോ. അപ്പൊ ആ സ്പെഷ്യൽ OPയിൽ സ്പെഷ്യലിസ്റ്റുകൾ ആവണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ വേണം. ഇപ്പം തന്നെ നമ്മുടെ NCH ഡിപ്ലോമ ഇതിനുള്ള DM കോഴ്സ് തുടങ്ങാൻ തുടക്കമായിട്ടേ ഉള്ളൂ. പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങിയിട്ട് 34 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ DM കുറിച്ച് ചിന്തിച്ചത്. ആ വലിയ ഗ്യാപ്പ് വന്നു. പക്ഷെ ഇനി ആ ഗ്യാപ്പ് വരാൻ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഡോക്ടർ നീലിമ, ഡോക്ടർ നെറ്റ് പ്രോബ്ലം തോന്നുന്നു. നെക്സ്റ്റും ചെറിയ പ്രശ്നമുണ്ട് സാർ. ഇവിടെ എനിക്ക് സൗണ്ട് ഉണ്ട് പ്ലേ ചെയ്യുമ്പോ, പക്ഷെ ഷെയർ ചെയ്യുമ്പോ അങ്ങോട്ട് കേൾക്കത്തില്ല. ഒന്നുകൂടെ നോക്കൂ ഡോക്ടർ. ഒരു മിനിറ്റ് സാർ, ഒന്നും നോക്കാം. എല്ലാത്തിലും സൗണ്ട് ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല. ഞാൻ ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ്, എനിക്കും സൗണ്ട് കേൾക്കാറുണ്ട്, അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ നീലിമ എന്തായാലും ഒന്നുകൂടെ നോക്ക്. നമ്മളത് കേൾക്കാൻ സേട്ട് സാർ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. സാർ ഇപ്പൊ പറഞ്ഞോട്ടെ അല്ലേ? സാർ. സാർ വളരെ നന്നായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു മാനേജ്മെന്റ് കുറവുണ്ടല്ലോ അത് എല്ലാ കാര്യങ്ങൾക്കും. അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് പബ്ലിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് അത്രയും ഉണ്ടെന്ന് വെച്ചാൽ ഹോമിയോപ്പതി അല്ലേ ഇത്രയൊക്കെ വേണമെന്നുള്ളതാണ് പലർക്കും ഉള്ളത്. ഇത്രയും ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ അതൊന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയും വേണം, അതൊന്ന് ചാനലൈസ് ചെയ്യണം, അപ്പോഴേ ശരിയാവുള്ളൂ. ഓൺ ചെയ്ത് നോക്കൂ. പിക്ചറിൽ കാണും എല്ലാം. സൗണ്ട് ഉണ്ടോ സാർ? ഇല്ല, ശബ്ദമില്ല. ഇല്ല, ആശുപത്രി ഇല്ല, സൗണ്ടില്ല. ഒരു കാര്യം ചെയ്യ്, രണ്ടാമത്തെ വീഡിയോ ഇട്ട് നോക്കാം ഡോക്ടറെ. നീലിമ ഡോക്ടറെ വേറൊരു വീഡിയോ ഓക്കെ സാർ. സെക്കൻഡ്. വളരെ ലിമിറ്റഡ് ആയ റിസോഴ്സ് ഉപയോഗിച്ചാണ് ഇത്രയും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. സത്യം പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് ഇത് കൊണ്ടെന്ന് പറയുമ്പോഴേ അതെ, ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങൾ വളരെ അത്ഭുതകരമാണ്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതെ അതെ. നമ്മളിത് ഇന്റർനാഷണൽ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തു. അതെ, ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞ് ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കുകളെല്ലാം. ജർമ്മനിയിലാണ് ഹോമിയോപ്പതി ഉണ്ടായെങ്കിലും അവിടെ ഇപ്പം ഡെവലപ്മെന്റൊന്നുമില്ല. ഇംഗ്ലണ്ടിലും അവിടെ ഒന്നും. നമ്മളിവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേ അത് ഷെയർ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ, അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് സാറേ, വേണ്ട സമയത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞിടത്തോളം ഷെയർ ചെയ്യണം. സാർ 21 കഴിഞ്ഞ മാസം 21 ഒരു നാഷണലായിട്ട് 31 ഡിഗ്നിറ്ററീസ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. IAS ഓഫീസേഴ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ് എ വെരി ഗുഡ് ഇംപ്രഷൻ അബൌട്ട് ഇറ്റ്. ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം വൈകാതെ വിദേശത്തു നിന്നും ആള് വരും മേഡം. ഫോറം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, താമസിയാ വന്നോളൂ. ഓക്കെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ നീലിമ ഡോക്ടറെ? സാർ ഇത് ഓഡിയോ ഇല്ലല്ലേ? വീഡിയോ ഓഡിയോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അതെ സാർ, ഞങ്ങൾ അതിന്റെ അല്ലാതെ ഇട്ട് തരാം, അതായിരിക്കും ബെറ്റർ. നമുക്ക് അടുത്ത സെഷൻ. അപ്പൊ ഇനിയിപ്പം എനിക്ക് തോന്നുന്ന പ്രസി ഡോക്ടർ ഉണ്ട്, പ്രസി ഡോക്ടർ സംസാരിക്കും. ഓക്കെ, പ്രസി ഡോക്ടർ സംസാരിച്ചോളൂ.
ഹലോ, ഓഡിബിൾ ആണോ സർ? ഓഡിബിൾ ആണോ? പറഞ്ഞോളൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസി, തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാം മെഡിക്കൽ ഓഫീസറാണ്. അപ്പൊ തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രി അതിന്റെ ഒരു ആരംഭഘട്ടം മുതൽ തന്നെ വികസനത്തിന്റെ അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം പറഞ്ഞ പോലെ 1959 ഈ ആശുപത്രി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം കിഴക്കുംപാട്ടുകരയിലായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത്. ഏകദേശം ഒരു 2016 പുതിയ കെട്ടിടത്തിന്റെ ഒരു ബിൽഡിംഗ് പൂത്തോളിൽ വരികയും അതിനുശേഷം അതോടുകൂടിയിട്ട് അതിന്റെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന്റെ മാറ്റം ആരംഭിക്കുകയും 2023 കൂടിയിട്ട് നമ്മുടെ സ്ഥാപനം പൂർണ്ണമായിട്ടും പൂത്തോളിലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് സ്ഥാപനത്തിന്റെ ഫംഗ്ഷനിങ് പൂർണ്ണമായിട്ട് മാറ്റപ്പെടുകയുണ്ടായി. ഇന്ന് കേരളത്തിലെ എല്ലാ സർക്കാർ ഹോമിയോ ആശുപത്രികളും അതുപോലെ തന്നെ ഡിസ്പെൻസറികളും ഒരു ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ നല്ലൊരു മികച്ച നിലവാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ഹോമിയോ ആശുപത്രിക്ക്, തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് ഈ ഒരു കായകൽപ്പ അംഗീകാരം ലഭിച്ചത് തികച്ചും അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരെല്ലാം തന്നെ കാണുന്നു എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി നാം മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിക്കുന്നു. ഇതിൽ ഏകദേശം ഒരു 8 വർഷത്തോളം മലപ്പുറം ജില്ലയിലായിരുന്നു സേവനം ചെയ്തത്. മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലും പിന്നീട് കുറ്റിപ്പുറം ഹോമിയോ ആശുപത്രിയിലുമായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായി ഇവിടെ തൃശ്ശൂരിൽ പ്രവർത്തനം അനുഷ്ഠിക്കുമ്പോൾ ശരിക്കും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ ഹോസ്പിറ്റലിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഏകദേശം ഒരു 25,000 സ്ക്വയർ ഫീറ്റില് 5 നില കെട്ടിടമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ഒരു ആശുപത്രി ഇവിടെ അവൈൽ ചെയ്യുന്ന പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് ഇതൊക്കെ വളരെ മികച്ചതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ അവൈൽ ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള IP OP ഫെസിലിറ്റീസ്, അതുപോലെ ലാബ് ഫെസിലിറ്റി, സ്കാനിങ് ഫെസിലിറ്റി, ECG ഫെസിലിറ്റി, ഫിസിയോതെറാപ്പി ഫെസിലിറ്റി ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ ജനങ്ങൾക്ക് സേവനം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് തന്നെ എന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഏകദേശം ഒരു 2024 NABH ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് സൂപ്രണ്ടും കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ കുറച്ച് ജീവനക്കാരും കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ശരിക്കും ഒരു ക്വാളിറ്റി ലെവൽ ആയുഷ് സ്ഥാപനങ്ങൾ എത്രത്തോളം ഉയരത്തിലെത്തണം എന്ന് നമുക്ക് ശരിക്കും ആ ഒരു ആശയം അല്ലെങ്കിൽ അത് നമുക്ക് ബോധ്യമാവുന്നത്. അതിന്റെ ഭാഗമായിട്ട് NABHന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ഒരുപാട് സൈനേജസ്, അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ട്രെയിനിങ്സ്, BLS ട്രെയിനിങ്സ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിനിടയിലാണ് കായകൽപ്പ പദ്ധതിയും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ കായകൽപ്പത്തിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാഡം പറഞ്ഞ പോലെ ഈ ഒരു 6 സെഗ്മെന്റ്സ് ഇതിൽ ഊന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റി അഷ്വറൻസ് അതാണ് ശരിക്കും കായകൽപ്പ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ ഈ ഒരു മേഖലകൾ പ്രധാനമായിട്ടും മാഡം പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്. ഹോസ്പിറ്റൽ അപ്കീപ്പ്, അതുപോലെ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഹൈജീൻ പ്രൊമോഷൻ, അതുപോലെ സപ്പോർട്ട് സർവീസസ് എന്നിങ്ങനെയുള്ള 6 മേഖലകളും നല്ല രീതിയിൽ നമ്മൾ പോളിഷ്ഡ് ആക്കി ഒരു ക്വാളിറ്റി അഷ്വറൻസ് ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ അതിനുവേണ്ടി സൂപ്രണ്ട് നമ്മളെ ഓരോരുത്തരെയും ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകളെയും ഡോക്ടേഴ്സിനെയും ഒക്കെ ടീമായിട്ട് തരംതിരിച്ച് ഓരോ ടീമിനും ഈ ഒരു ടീം വർക്കായിട്ട് ഓരോ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. എല്ലാവരും അവരുടെ എഫേർട്ട് ഇട്ടിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു എഫേർട്ട് നമ്മൾ ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിക്കുകയും അതിന്റെ ഒരു ഓവറോൾ റിസൾട്ട് ആണ് ശരിക്കും നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു കായകൽപ്പ അവാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഹോസ്പിറ്റലില് ഒരു ഓവറോൾ ഒരു ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ശരിക്കും മാഡം പറഞ്ഞ അതേ മേഖലകളൊക്കെ തന്നെ വാട്ടർ ക്വാളിറ്റി, ഫയർ ആൻഡ് സേഫ്റ്റി, അതുപോലെ പെസ്റ്റ് കൺട്രോള്, പിന്നെ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ്സ്, ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ അവയർനെസ് ക്ലാസ്സസ്, IP OP അവയർനെസ് ക്ലാസ്സസ്, പിന്നെ ക്ലീനിങ് മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ക്ലീനിങ്ങിൽ തന്നെ സ്റ്റാഫിന് ട്രെയിനിങ്സ് കൊടുത്തു. ക്ലീനിങ്ങിൽ 3 ബക്കറ്റ് സിസ്റ്റം, അതുപോലെ യൂണി ഡയറക്ഷണൽ വേ ഓഫ് മോപ്പിംഗ്, പിന്നെ ക്ലീനിങ് ചെക്ക് ലിസ്റ്റുകൾ പല IP OP ഫാർമസി, അതുപോലെ എല്ലാ ബാത്റൂംസ് ഇവിടെ എല്ലാം സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് കളേർഡ് ബിൻസ്, IP OP ഫാർമസി ഇവിടെ എല്ലാം സ്ഥാപിച്ചു. ലിനൻ പോളിസി നമ്മൾ IP-യിൽ എക്സിക്യൂട്ട് ചെയ്തു. എല്ലാ ദിവസവും നമ്മൾ കളേർഡ് കോഡ് അനുസരിച്ച് ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യുന്ന രീതി. പിന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് നമുക്ക് കായകൽപ്പത്തിൽ വന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു റെക്കോർഡ്സ് ആയിരുന്നു.
റെക്കോർഡ് റിവ്യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു. അപ്പൊ അത് ഈ ഒരു 6 സെഗ്മെന്റിലും റെക്കോർഡ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 95 to 100% ആക്യുറസിയിൽ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള അസസേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു റെക്കോർഡ്സിന്റെ ഒരു റിവ്യൂലും അതുപോലെ തന്നെ നമ്മുടെ ഒരു ടീം വർക്ക്, നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാവരും കൂടിയ ഒരു ടീം വർക്ക്, ആ ഒരു എഫേർട്ടിനെയാണ് അവരെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തത്. അപ്പോ ഇതിന്റെ എല്ലാം ഒരു ഓവറോൾ റിസൾട്ട് ആയിട്ട് നമുക്ക് ഈ ഒരു കായകൽപ അവാർഡിനെ കാണണം. ഇനി ഈ ഹോസ്പിറ്റലിൽ അവൈൽ ചെയ്യുന്ന OP ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലുള്ള ഇതിനേക്കാളും കുറച്ചും കൂടി മികച്ചതായിട്ടുള്ള രീതിയിൽ നമ്മൾ വെൻഡർ മെഷീൻ വഴി ടോക്കൺസ് എടുക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ടോക്കൺസ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് OPs അലോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഏത് OPയിലേക്കാണോ അവർക്ക് ടോക്കൺസ് അലോട്ട് ചെയ്ത് അതനുസരിച്ചിട്ട് അവർക്ക് ജനറൽ OPയിൽ ഡോക്ടേഴ്സിനെ കാണുന്ന രീതിയാണ് ഉള്ളത്. പ്രധാനമായിട്ടും ജനറൽ OPയിൽ 4 ജനറൽ OPs ആണുള്ളത്. അതിൽ ഒരു റെഗുലർ MO, ഒരു NHM MO, 2 NAM MOs എന്നിങ്ങനെയാണ് OP ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോ ഈ ഇവിടെ നിന്ന് ഈ OP പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിജിറ്റലൈസേഷൻ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ആയുഷ് ഹോമിയോപ്പതിക് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ OP ഫെസിലിറ്റി കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ തുടങ്ങി നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നു. അതേപോലെ തന്നെ അത് ഫാർമസിയിൽ അവർക്ക് ലഭ്യമാകുന്നതിന്റെ ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട്, ഏത് ഡോക്ടേഴ്സിന്റെ ലഭ്യമാകുന്ന പ്രിസ്ക്രിപ്ഷൻ ഓർഡർ അനുസരിച്ചിട്ട് അവർ പേര് വിളിച്ചിട്ട് മെഡിസിൻസ് പേഷ്യൻസിന് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു രീതിയാണ്. അപ്പോൾ പണ്ടത്തെ ഒരു സിസ്റ്റം കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്കൊരു ടൈം, പേഷ്യൻസിന് ഒരു വെയിറ്റിംഗ് ടൈം തന്നെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ലാബ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ വളരെ മികച്ചതായിട്ടുള്ള ഒരു ലാബ് ഫെസിലിറ്റിയാണ്. ഫുള്ളി ഓട്ടോമാറ്റഡ് അനലൈസേഴ്സ് ആണ് ഇവിടെ ലാബിൽ ഉപയോഗിക്കുന്ന എല്ലാ ടെസ്റ്റുകൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റുകൾ, കോമൺ ആയിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും, ബ്ലഡ് ഷുഗർ, അതുപോലെ യൂറിൻ ടെസ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിൽ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, റീനൽ ഫംഗ്ഷൻ, RA, അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ടെസ്റ്റുകളും എസോടൈറ്റർ, അങ്ങനെ എല്ലാവിധ കോമൺ ടെസ്റ്റുകളും എല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. ലാബ് ഫംഗ്ഷനിങ് ഡെയിലി ഒരു 8 മണി തൊട്ടിട്ട് 3 മണി വരെ ഏകദേശം ഒരു പ്രവർത്തന സമയമുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇവിടെ സ്കാനിങ് ഫെസിലിറ്റി ഉണ്ട്. സ്കാനിങ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ആഴ്ചയിൽ 2 ദിവസം നമുക്കൊരു സോണോളജിസ്റ്റിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ. അപ്പൊ നമ്മൾ IP OPയിലൊക്കെ കേസസ് നമ്മൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്കാനിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ECG ഫെസിലിറ്റി ഉണ്ട്. ECG ഫെസിലിറ്റിക്ക് നമ്മൾ IP നിന്നും OP നിന്നുള്ള കേസസ് എല്ലാം നമ്മുടെ നഴ്സസിന്റെ സേവനത്തോടു കൂടി തന്നെ ECG ഫെസിലിറ്റിയും നമുക്ക് ഇവിടെ ലഭ്യമാണ്. പിന്നെ IP എന്ന് പറയുമ്പോൾ വെൽ ആയിട്ടുള്ള ഒരു 25 ബെഡഡ് ഹോസ്പിറ്റലാണ് നമ്മുടെ IP എന്ന് പറയുന്നത്. അതിൽ തന്നെ മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ്, പീഡിയാട്രിക് വാർഡ്, അതുപോലെ പാലിയേറ്റീവ് വാർഡ്, ഐസൊലേഷൻ വാർഡ്, അതുപോലെ തന്നെ പേ വാർഡ് എന്നിങ്ങനെ വാർഡ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. IP-യിൽ ഇതുപോലെ തന്നെ ബെഡ് നമ്പറിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ബെഡ് സ്പേസിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ കോഡഡ് ഫോർ ബെഡ് ഷീറ്റ്സ്, ലിനൻ പോളിസി IP-യിൽ കായകൽപ്പത്തിന്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് IP-യുടെ ഒരു സെഗ്മെന്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഫിസിയോതെറാപ്പി യൂണിറ്റ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ഈ ഏകദേശം 2 ദിവസം മുന്നേ നമ്മുടെ ആയുഷിന്റെ ഫിസിയോതെറാപ്പി യൂണിറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുകയുണ്ടായി. അപ്പൊ അതിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു. അതിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഇവിടുത്തെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പൊ ഈ ഫിസിയോതെറാപ്പി യൂണിറ്റ് ശരിക്കും IP-യുടെ നമ്മുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ്. ഒരുപാട് ഓർത്തോപെഡിക് കേസസുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫിസിയോതെറാപ്പിയിലൂടെ നമ്മുടെ മെഡിസിൻസ് പ്ലസ് ഫിസിയോതെറാപ്പി നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അവൈൽ ചെയ്യുന്ന ഫെസിലിറ്റീസ്. പിന്നെ തൃശ്ശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലെ ഏക ഹോമിയോ ആശുപത്രി ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നുള്ള ഹോമിയോ ഹോസ്പിറ്റലിനെ പറ്റി കണ്ടും കേട്ടും അറിഞ്ഞും വരുന്ന കേസുകളും വിവിധ ഡിസ്പെൻസറികളിൽ നിന്ന് റെഫർ ചെയ്യപ്പെട്ട് വരുന്ന കേസുകളും എല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികൾക്ക് അവർക്ക് മികച്ചതായിട്ടുള്ള ഒരു സർവീസ് കൊടുക്കുക എന്നുള്ളതിന്റെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടേഴ്സിനുണ്ട്.
അപ്പോൾ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫും ഒരുപോലെ തന്നെ അതിനു വേണ്ടി മികച്ചതായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ സ്പെഷ്യൽ ഓപ്പീസ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് നീലിമ ഡോക്ടർ സംസാരിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനായിട്ട് അവസരം തന്നിട്ടുള്ള IFPHന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നീലിമ ഡോക്ടറോട് സ്പെഷ്യൽ ഓഫീസിനെ കുറിച്ച് കൂടുതൽ വിശദമായി ഡോക്ടർ പറയും. ഡോക്ടർ നീലിമ. താങ്ക് യു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോ സൂപ്രണ്ട് സുജാത മാം അതുപോലെ പ്രസി ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റലിന് എങ്ങനെ കായകൽപ്പ് കിട്ടി, അതിലേക്ക് വന്ന വഴികളെ കുറിച്ചിട്ട്, അതുപോലെ ഹോസ്പിറ്റലിന്റെ ബേസിക് ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എന്തൊക്കെ സ്പെഷ്യൽ OP-കളാണ് പ്രവർത്തിക്കുന്നത്, അതുവഴി എന്തൊക്കെ സേവനങ്ങളാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഹോമിയോപ്പതി ആശുപത്രി ജനങ്ങൾക്ക് നൽകി വരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഹോസ്പിറ്റലില് സ്പെഷ്യൽ OP-കൾ എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയാണ്. ഒന്ന് നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ OP-കൾ, അതുപോലെ ഹോസ്പിറ്റലിന്റെ സ്പെഷ്യൽ OP-കൾ, അതുപോലെ തന്നെ നാമിന്റെ സ്പെഷ്യൽ OP-കൾ. നമുക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ OP-കൾ എല്ലാവർക്കും അറിയായിരിക്കും. നാമിന്റെ സ്പെഷ്യൽ OP-യെ കുറിച്ച് ഫസ്റ്റ് പറയാം. 3 സ്പെഷ്യൽ OP-കളാണ് നാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിൽ ഡെയിലി ഉള്ളത്. മസ്കുലോസ്കെലിറ്റൽ, അലർജി, ആസ്മ, തൈറോയ്ഡ്. എല്ലാ ദിവസവും പ്രവർത്തിച്ചു വരുന്ന ഈ OP-കളിലേക്കായി മാത്രമായിട്ട് നാമിലെ തന്നെ മെഡിക്കൽ ഓഫീസേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. അലർജി ആസ്മ സ്പെഷ്യൽ OP ഇവിടെ 2018-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും നമുക്കറിയാം ഹോമിയോപ്പതിക്ക് അലർജിയിലൊക്കെ നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇവിടെ ഈ OP-യിൽ കൂടുതലായിട്ടും എത്തുന്നത് അലർജിക് റൈനൈറ്റിസ്, അതുപോലെ ആസ്മ, COPD, പിന്നെ കുട്ടികളിലുള്ള അഡിനോയിഡ്സ്, അതുപോലെ തന്നെ നെയ്സൽ പോളിപ്പ് തുടങ്ങിയ കേസുകളാണ്. അപ്പോ നമുക്കിവിടെ ലാബില് ഇത് സംബന്ധമായിട്ടുള്ള CBC, അതുപോലെ തന്നെ സെറം IgE, ആബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്, തുടങ്ങിയ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമ്മുടെ ലാബിൽ ലഭ്യമാണ്. അപ്പൊ ആവശ്യാനുസരണം ഈ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്പെഷ്യൽ OP-കളിലും ഡോക്ടേഴ്സിനും സ്റ്റാഫിനൊക്കെ നമ്മൾ IMG-യിൽ ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. ഈ എല്ലാ OP-കളുടെ ഭാഗമായിട്ടും നമ്മൾ ക്യാമ്പുകളും അതുപോലെ തന്നെ മാഡം പറഞ്ഞ പോലെ അവയർനെസ് ക്ലാസ്സുകളും നടത്തി വരുന്നുണ്ട്. രണ്ടാമത്തെ സ്പെഷ്യൽ OP എന്ന് പറയുന്നത് നാമിന്റെ തൈറോയ്ഡ് OP-ആണ്. തൈറോയ്ഡ് OP നമ്മുടെ ഹോസ്പിറ്റലിൽ 2020 മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തൈറോയ്ഡ് അസുഖങ്ങൾ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആണ്. കൂടുതലായിട്ട് നമ്മൾ ഗോയിറ്റർ, പിന്നെ ഹോർമോണൽ പ്രോബ്ലംസ്, ഹൈപ്പർ ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ തന്നെ ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിക്സ് കേസുകളാണ് നമ്മുടെ OP-കളിൽ വരുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ സ്കാനിങ് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഗോയിറ്റർ കേസുകളൊക്കെ സ്കാനിങ്ങിലൂടെ നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് നോക്കിയിട്ടാണ് കേസുകൾ എടുക്കുന്നത്. ഇപ്പൊ മൾട്ടിനോഡുലർ ഗോയിറ്റർ ഉണ്ടാവാം. സ്കാനിങ്ങിൽ തന്നെ നമ്മൾ സംശയം തോന്നുന്ന കേസുകൾക്ക് FNAC വിടും. അങ്ങനെ നമുക്ക് FNAC-യിൽ തന്നെ ഗ്രേഡ് കൂടിയ കേസുകൾ, അത് തൈറോയ്ഡ് കാൽസിനോമയ്ക്കുള്ള ചാൻസ് ഉള്ള കേസുകൾ നമ്മൾ എടുക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ലാബില് anti-TPO, ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡീസ്, TFT തന്നെ നമ്മൾ സെറം T4, T3, TSH, അതുപോലെ തന്നെ ഫ്രീ T3, T4 ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരും നമ്മുടെ OP-യിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഹോമിയോപ്പതി മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഹോർമോൺ ലെവൽസ് കൃത്യമായി ഇടവേളകൾ ചെക്ക് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ഡോസ് കുറച്ച് കൊണ്ടുവരാനും, എല്ലാ കേസുകളിലല്ല, നമുക്ക് പല കേസുകളിൽ തന്നെ അവസരം ഹോർമോൺ മെഡിക്കേഷൻ എടുക്കുന്നത് നിർത്താനും അങ്ങനെ തന്നെ നല്ല റിസൾട്ടുകളും നമ്മുടെ OP-യിൽ കണ്ടുവരുന്നുണ്ട്. അടുത്തതായിട്ട് മസ്കുലോസ്കെലിറ്റൽ OP-ആണ്. ഈ OP നമ്മൾ 2025 മാർച്ച് മാസത്തിൽ മുതലാണ് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. നാമിനോട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നാമിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി യൂണിറ്റും അവൈലബിൾ ആണ്. നമുക്ക് കൂടുതലായിട്ടും OA കേസുകൾ കൂടാണ്ട് RA, അതുപോലെ തന്നെ IVDP, കാർപ്പൽ ടണൽ സിൻഡ്രോം, ലിഗമെന്റ് പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഗൗട്ട്, പിന്നെ ഷോൾഡർ പെയിൻ, അങ്ങനെ എല്ലാ തരം കേസുകളും നമ്മുടെ OP-യിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ആവശ്യമായിട്ടുള്ള കേസുകൾ നോക്കിയതിന് ശേഷം എക്സ്റേ, MRI, ഇൻവെസ്റ്റിഗേഷൻസ്, അതുപോലെ ആവശ്യമായിട്ടുള്ള കേസുകളിൽ ബ്ലഡ് ടെസ്റ്റുകൾ, വൈറ്റമിൻ D, യൂറിക് ആസിഡ്, സെറം കാൽസ്യം, ASO ടൈറ്റർ, CRP, RF ഫാക്ടർ, ഇതൊക്കെ നമ്മുടെ ലാബിൽ മിതമായ റേറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ആവശ്യമായിട്ടുള്ള കേസുകൾ നോക്കി ഫിസിയോതെറാപ്പി റെഫർ ചെയ്യും. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആവശ്യമായിട്ടുള്ള കേസുകൾ IP അഡ്മിഷൻ പറയാറുണ്ട്.
അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചും IVD പോലുള്ള കേസുകളിലൊക്കെ നമുക്ക് വളരെ നല്ല റിസൾട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കേസുകൾ നമ്മൾ പറഞ്ഞു, യൂറിക് ആസിഡ് ഒക്കെ, അതുപോലെ പല കേസുകളും നമുക്ക് ഒബീസിറ്റി അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ആവശ്യാനുസരണം നമ്മൾ നോക്കി ഡയറ്റീഷ്യനെ, ആയുഷ്മാൻ ഭവ OPയുടെ ഭാഗമായിട്ട് ഡയറ്റീഷ്യൻ ഉണ്ട്, അതുപോലെ തന്നെ യോഗ ട്രെയിനർ ഉണ്ട്, അങ്ങനെയുള്ള കേസുകൾ അങ്ങോട്ട് റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ നാമിന്റെ സ്പെഷ്യൽ OPകൾ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ പ്രോജക്റ്റുകളാണ്. അപ്പൊ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സീതാലയം, സദ്ഗമയ, ജനനി, പുനർജനി, ആയുഷ്മാൻ ഭവ, അരികെ തുടങ്ങിയ OPകളാണ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ OPകൾ. സീതാലയം നമ്മൾ സ്ത്രീ സാന്ത്വനം ഹോമിയോപ്പതിയിലൂടെ എന്നതാണ് ജെൻഡർ ബേസ്ഡ് പ്രോജക്റ്റ് ആണ്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും, അതായത് ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ്, DTP ഓപ്പറേറ്റർ തുടങ്ങിയ എല്ലാ സ്റ്റാഫും ഫീമെയിൽസ് ആയിരിക്കും. നമ്മൾ സ്ത്രീകൾക്ക് മാനസികമായിട്ടും അതുപോലെ തന്നെ എല്ലാ നിയമ സഹായങ്ങളും സപ്പോർട്ടുകളും നമ്മൾ OPയിൽ നൽകി വരുന്നുണ്ട്. സീതാലയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പുനർജനിയും അതുപോലെ തന്നെ ജനനി OP ഉണ്ടായത്. ഇപ്പൊ ജനനി എല്ലാവർക്കും അറിയുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് ജനനി ഇൻഫെർട്ടിലിറ്റി സെന്ററുകളായിട്ട് എല്ലാ ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനനിയിൽ നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ സെപ്റ്റംബർ 2025 വരെയുള്ള കണക്ക് പ്രകാരം നമുക്ക് ഇതുവരെ ജനനിയിൽ 226 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും നമ്മൾ എല്ലാവരും പല കാരണങ്ങൾ കൊണ്ടും നമ്മളടുത്ത് പറയാറില്ല എത്ര ഡെലിവറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 178 ഡെലിവറീസ് ആണ് നമുക്ക് ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടിൽ സെപ്റ്റംബർ 2025 വരെ തുടങ്ങിയത് മുതൽ. പിന്നെ നമ്മളിപ്പോ ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, സ്കാനിങ് ഒക്കെ ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ വരുന്നത് ഇവിടെ അവൈലബിൾ ആണ്. ഹോർമോണൽ ടെസ്റ്റുകൾ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെയാണ് വിടുന്നത്. സമീപ ഭാവിയിൽ തന്നെ അത് നമ്മുടെ ലാബോറട്ടറിയിൽ തന്നെ ലഭ്യമാവാനുള്ള എല്ലാ ഇതുകളും നടക്കുന്നുണ്ട്. പിന്നെ പുനർജനി OP എന്ന് പറഞ്ഞാല് നമ്മുടെ ഡി അഡിക്ഷൻ OP ആണ്. എല്ലാ വെനസ്ഡേയും തേഴ്സ്ഡേയ്സിലാണ് പുനർജനി OP പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ സീതാലയത്തിന്റെയും ആയുഷ്മാൻ ഭവ ലൈഫ് സ്റ്റൈൽ ഡിസീസ് OPയുടെയും ഭാഗമായിട്ട് നമ്മൾ ഹോമിയോപ്പതി ജയിൽ വകുപ്പുമായിട്ട് സഹകരിച്ച് തൃശൂർ VU സെൻട്രൽ ജയിലിൽ നമ്മൾ ജയിൽ ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ട്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമ്മൾ ജയിൽ വിസിറ്റും ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും കൃത്യമായി നടത്തി വരുന്നുണ്ട്. പിന്നീട് അടുത്ത OP എന്ന് പറഞ്ഞാൽ സദ്ഗമയ എന്ന് പറഞ്ഞാൽ നമ്മൾ കൗമാരക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠന വൈകല്യങ്ങൾ, അതുപോലെ പെരുമാറ്റ വൈകല്യങ്ങൾ, മറ്റു കുട്ടികളുടെ എന്ത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാത്തിനും ഉള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ സദ്ഗമയ OP പ്രവർത്തിച്ചു വരുന്നത്. സദ്ഗമയ OPയുടെ ഭാഗമായിട്ട് നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെയും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിന്റെയും സേവനം ലഭ്യമാണ്. ഡോക്ടർ നോക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള കേസുകളിൽ കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റിന്റെ കൗൺസിലിംഗ് സേവനം നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ സദ്ഗമയുടെ ഭാഗമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ സമ്മർ ക്യാമ്പുകളൊക്കെ കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട്. അടുത്തതായി ആയുഷ്മാൻ ഭവ OP അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് OP, അതായത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പ്രോജക്റ്റ് ആണ്. ഹോമിയോപ്പതി, യോഗ, നാച്ചുറോപ്പതി ഇതെല്ലാം ചേർന്നുള്ള ഒരു സംയോജിത ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നൽകി വരുന്നത്. ആവശ്യമായിട്ടുള്ള കേസുകൾ നോക്കിയതിന് ശേഷം യോഗയ്ക്കും നാച്ചുറോപ്പതിക്കും നമ്മൾ കേസുകൾ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ പാലിയേറ്റീവ് പ്രോജക്റ്റ് ആണ് അരികെ എന്നുള്ളത്. ചേതന OP എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്ന് ചികിത്സ നേടാൻ കഴിയാത്ത പേഷ്യൻസിനായിട്ട്, അതായത് ടെർമിനലി ഇൽ പേഷ്യൻസ്, അതുപോലെ ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടി നമ്മൾ പാലിയേറ്റീവ് വിസിറ്റ് നടത്തുന്നുണ്ട്. അതിനായി പാലിയേറ്റീവ് നഴ്സ്, അതുപോലെ ഒരു NAM മെഡിക്കൽ ഓഫീസർ, ഇവരുടെയൊക്കെ സേവനം നമുക്ക് ലഭ്യമാണ്. പാലിയേറ്റീവ് വിസിറ്റ് മാത്രമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് നമ്മൾ കത്തീറ്റർ, ഡയപ്പർ, വാട്ടർ ബെഡ്, എയർ ബെഡ് തുടങ്ങിയ മുതലായ സാധനങ്ങൾ നമ്മൾ സൗജന്യമായിട്ട് നൽകി വരുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിന്റെ സ്പെഷ്യൽ OPകൾ ഉള്ളത് എല്ലാ തിങ്കളാഴ്ചകളിലും പ്രവർത്തിച്ചു വരുന്ന റീനൽ OP, അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും പ്രവർത്തിച്ചു വരുന്ന റൊമറ്റോളജി OP തുടങ്ങിയവയാണ്. ഇത്രയുമാണ് നമ്മുടെ സ്പെഷ്യൽ OPകൾ. അപ്പൊ ഞാൻ ഇവിടെ തൃശ്ശൂർ ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് 2024 ജൂലൈയിലാണ്.
മസ്കുലർ സ്കെൽറ്റൽ പ്രോജക്റ്റിലാണ് മെഡിക്കൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ ഞാനിവിടെ ജോയിൻ ചെയ്യുന്നവരെ സത്യം പറഞ്ഞാല് തൃശ്ശൂരാണ് എന്റെ വീട്. പക്ഷെ ഈ ഹോസ്പിറ്റല് ഇത്രയും നമുക്ക് നല്ലൊരു കിഴക്കുംപാട്ടുകരയായിരുന്നു നമുക്ക് പഴയ ഹോമിയോ ഹോസ്പിറ്റൽ പ്രവർത്തിച്ചിരുന്നത്. അത് കൂത്തോടിലേക്ക് മാറ്റിയതാണ് പിന്നീട്. അപ്പൊ ഇത്രയും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ള കാര്യം സത്യം പറഞ്ഞ എനിക്ക് അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കായകൽപ്പ അവാർഡ് കിട്ടിയത് വഴി നമ്മുടെ ഹോസ്പിറ്റലിന് എത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ഹോസ്പിറ്റല് കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റിനൊക്കെ വന്ന പുറത്തുനിന്നൊക്കെ വന്ന ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ഹോമിയോപ്പതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ ഓക്കെ. എന്തായാലും വളരെ പിന്നെ ഭംഗിയായിട്ട് നിങ്ങൾ 3 പേര് നിങ്ങളുടെ റോൾ നിർവഹിച്ചു. വളരെ പ്രൊഫഷണൽ ആയിരുന്നു, വളരെ കോമ്പാക്ട് ആൻഡ് പ്രിപ്പയർഡ് ആയിരുന്നുള്ളതാണ്. അതിനെക്കൂടെ ഉപരി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആശുപത്രിയിലുള്ള ഇന്റേൺസ് ഹൗസ് സർജൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പം അലോപ്പതിയിലാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയർ അവർ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് അവർ ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ മിനിമം അങ്ങനത്തെ പോളിസികൾ നമ്മളെ ഹോമിയോപ്പതിയിലും കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് മാൻ പവർ ഒരുപാട് കിട്ടിപ്പോയത്. നമുക്ക് ഇനി വേണ്ട മാൻ പവർ ആണ്. നിങ്ങൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവെക്കുന്നതിന് ഡോക്ടർ സുഗതൻ ഉണ്ടോ? ഡോക്ടർ സുഗതൻ നമ്മുടെ ശാരദകൃഷ്ണ ഹോമിയോപ്പതി കോളേജിന്റെ പ്രിൻസിപ്പൾ ആണ്. ഡോക്ടർ സുഗതൻ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടർ സുഗതൻ? അതുപോലെ തിരുവനന്തപുരത്ത് മുൻ DM ഡോക്ടർ പ്രദീപ് ഉണ്ട്. പ്രദീപ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഏതാണ്ട് 10-12 വർഷത്തോളം DM ആയിരുന്നു ഡോക്ടർ പ്രദീപ്. അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ മനോജ്, കേൾക്കാവോ? കേൾക്കാം. പ്രിയ മനോജ്, ഡോക്ടർ ഇസ്മൽ സാർ, പ്രിയ ഡോക്ടർമാരെ, സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ കായകൽപ്പ അവാർഡിൽ ആദ്യത്തെ കായകൽപ്പ അവാർഡിൽ ആദ്യ സ്ഥാനം നേടിയ തൃശ്ശൂർ ടീമിന് ഡോക്ടർ സുജാതയുടെ അടക്കമുള്ള സൂപ്രണ്ട് അടക്കമുള്ള ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും അഭിനന്ദിക്കുകയാണ്. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ആശുപത്രികളുടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ. എന്തായാലും നാഷണൽ ആയുഷ് മിഷൻ അതിന് കാര്യമായി ഇത് ഏറ്റെടുക്കുകയും ഹൈജീനെ മുൻനിർത്തി ക്ലെൻലിനെസ്സിനെ മുൻനിർത്തി ആശുപത്രികൾക്ക് ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ തരികയും ട്രെയിനിങ് നൽകുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആശുപത്രികളെല്ലാം തന്നെ, തൃശ്ശൂർ ഹോസ്പിറ്റൽ മാത്രമല്ല എല്ലാ ജില്ലയിലെയും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ, താലൂക്ക് ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവയെ കായകൽപ്പ അവാർഡിനായിട്ട് സെലക്ട് ചെയ്യുകയും അതിന് വേണ്ട സഹായങ്ങൾ തരികയും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒരു ഫേസ് ഷിഫ്റ്റ് സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തൃശ്ശൂർ ഹോസ്പിറ്റൽ ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ബിൽഡിംഗ് ആണ് അവിടെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടെ അവിടെയുള്ള ഡിസ്ട്രിക്ട് പഞ്ചായത്തും ഗവൺമെന്റും അതുപോലെ അവിടുത്തെ പഴയ സൂപ്രണ്ടുമാർ, RMOമാർ, ഡോക്ടർ നിതിൻ പോളിന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹമാണ് അതിൻ്റെ ഒരു രൂപകൽപ്പനയിൽ പ്രധാന പങ്ക് വഹിച്ച ഡോക്ടർ നിതിൻ പോൾ, പഴയ മെഡിക്കൽ ഓഫീസർ, അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. ആ ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിന് നമുക്ക് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുവാനും ഈ ഒരു അവാർഡിലേക്ക് എത്തുവാനും വളരെ ഈസി ആയിട്ട് കഴിഞ്ഞത്. കൂടാതെ അവിടുത്തെ ടീം വർക്ക്, ഡോക്ടർ ലീന റാണി DM ആയിട്ടുള്ള ടീം ആണ് അവസാനം ഈ കായകൽപ്പ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ സുജാത MD സ്കോളർ, കോഴിക്കോട് ഞങ്ങളുടെ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ ഡോക്ടർ സുജാത കോഴിക്കോടത്തെ MD സ്കോളറായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വം, പിന്നെ ഈവൻ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് തുടക്കം മുതൽ സൂപ്രണ്ട് വരെയുള്ള ജീവനക്കാരുടെ അക്ഷീണമായ പ്രവർത്തനം ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഈ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ അവാർഡ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവാർഡ് തുക അവർ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സേവനം നൽകുവാൻ സാധിക്കണം എന്നാണ് പറയുവാനുള്ളത്. ഈ ആശുപത്രി മാത്രമല്ല, ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റെല്ലാ ജില്ലാ ആശുപത്രികളും ഈ രീതിയിൽ വീക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും ഇനി ധാരാളം ആളുകൾ ഞങ്ങളുടെ ആശുപത്രി സന്ദർശിക്കുവാൻ ഇടയാകും. ആ സമയത്ത് അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുവാനും നിങ്ങളുടെ സേവനം അവർക്ക് നേരിൽ കാണുവാനുമുള്ള അവസരമാണ് ഇനി ഉള്ളത്. ആ രീതിയിൽ ഉയർന്ന് ചിന്തിക്കുവാൻ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ ശ്രദ്ധിക്കണം. സർവീസ് കൂടെ മെച്ചപ്പെടുത്തി, നമുക്കിപ്പം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കിട്ടി, ഒരു സർവീസും കൂടെ ആ രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട്
ആശുപത്രി ഒരു മാതൃകാ ഹോസ്പിറ്റലാക്കി കേരളത്തിലെ ഈ നല്ല ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ ഹോസ്പിറ്റലായിട്ട് മാറ്റുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ പ്രദീപ്. തൃശ്ശൂർ മുൻ DMO കൂടിയ മറിയാമ്മ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? മറിയാമ്മ ഡോക്ടറെ. മനോജ് ഡോക്ടറെ, ഈ തൃശ്ശൂരിന് ഈ ഒരു നേട്ടം കിട്ടിയതിൽ ഒരു ചെറിയ കാലയളവിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഇപ്പോൾ വാസ്തവത്തിൽ നല്ല അഭിമാനം കൊള്ളുകയാണ്. 2018 മുതൽ 19 ജൂലൈ വരെ ഞാൻ അവിടുത്തെ DMO ആയിരുന്നു. ആ കാലഘട്ടത്തിലും ഇതിൻ്റെ പണികൾക്ക് വേണ്ടി ഒരുപാട് വഴക്കുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നാമിൽ നിന്നുള്ള ശാസനകൾ സ്പീഡാക്കാനുള്ള ശാസനകൾ ആ ഡയറക്ടർ വരുന്നു. അങ്ങനെ വളരെയധികം ഒരു വർഷം ഞാൻ ഇതിൽ പങ്കെടുത്തതാണ്. വാസ്തവത്തിൽ പ്രദീപ് സാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഓരോ കല്ലും ഡോക്ടർ നിതിൻ പോളിനെ അറിയാം എന്ന് പറഞ്ഞേ പറ്റൂ. കാരണം എത്രയോ വർഷം കൊണ്ടാണ് ആ ഒരു സ്ഥാപനം അവിടെ പണിത് തീർത്തത്. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഊണും ഉറക്കവും ഇല്ലാതെന്ന് പറഞ്ഞ പോലെയാണ് നിതിൻ പോൾ ഡോക്ടർ അതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. നമുക്കത് മറക്കാൻ പറ്റില്ല. മാത്രമല്ല അന്ന് അത് പണിത കാലം മുതലുള്ള DMOമാരും സൂപ്രണ്ടുമാരും ഇതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും ഇത്രയും ഭംഗിയുള്ളൊരു കെട്ടിടം, തല ഉയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടം അവിടെ 5 നിലയിൽ പണിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പൊ ഈ ഒരു അവാർഡ് ലഭിച്ച ഇപ്പോൾ ഇത് നയിക്കുന്ന സൂപ്രണ്ടിനും അതിലെ എല്ലാ ഡോക്ടർമാർക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഓക്കെ, സേട്ടു സാർ എന്ത് പറയുന്നു? സേട്ടു സാർ, ഒരു മിനിറ്റ്. അൺമ്യൂട്ട് ചെയ്യണേ സാറേ, അൺമ്യൂട്ട് ചെയ്യണേ. ഗംഭീരമായിരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാല് ആ ബിൽഡിംഗ് ആണോ എന്ന് പറഞ്ഞ് സംശയിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് അതായ ബിൽഡിംഗ് തന്നെയാണെന്ന്. 5 പേരെ ഉള്ള ബിൽഡിങ് നേരത്തെ കാണുന്നുണ്ട് അവിടെ പ്രത്യേക കളറില്. അപ്പൊ അതായിരിക്കും എന്നുള്ള ധാരണ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും വിശ്വസിച്ചില്ല. ഇപ്പോഴാണ് മനസ്സിലായത് ആ ബിൽഡിംഗ് തന്നെയാണെന്നുള്ളത്. ഞാൻ പോകുന്നുണ്ട്. എല്ലാം പോകാൻ തീരുമാനിച്ചു. ഒന്ന് കയറി കാണുന്നുണ്ട് ഞാൻ. നേരിട്ട് കണ്ട് അഭിനന്ദനം കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, ഇതിൽ പോലുള്ള ആളുകൾ പ്രവർത്തിച്ചാൽ മാത്രമേ എടുക്കൂ. ഒരു വ്യക്തി അല്ലെങ്കിൽ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം വികസിക്കത്തുള്ളൂ. ഒരാൾ മാത്രം വിചാരിച്ചാലും പറ്റില്ല. പക്ഷെ അന്ന് നേതൃത്വം കൊടുത്ത നിതിപ്പോഴാണ്. അത് വളരെയധികം അഭിമാനകരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും മറ്റുള്ള എല്ലാ ജില്ലാ ഹോസ്പിറ്റലും ആവട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. ഇപ്പം ആദ്യമായിട്ട് കോഴിക്കോട് ഒരു ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ടായപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അഭിമാനം കൊണ്ടായിരുന്നു. പ്രേംപ്രകാശുള്ളപ്പോഴേക്കും പ്രേംപ്രകാശ് അതിന് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ അതിന് സ്വപ്നത്തിൽ പോലും അല്ലാത്ത ഈ പ്രവർത്തനം സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചാൽ നടക്കും എന്നുള്ളതിന് തെളിവാണിത്. പ്രയത്നിച്ചാല് സാധ്യമാകും എന്നുള്ളതിന് തെളിവാണിത്. അവിടെ എല്ലാവരും ഒത്തുപിടിക്കുക. എല്ലാ ജില്ലാ ഹോസ്പിറ്റലുകളും ഇതുപോലെ മനോഹരമായിട്ട് കൊണ്ടുവരട്ടെ. അതുപോലെ ചെറിയൊരു ഡിസ്പെൻസറി ആണെന്ന് കൊണ്ടട്ടെ. ഞാൻ ഡിസ്പെൻസ് ചെയ്തപ്പോൾ ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കിയിട്ടാണ് അവിടെ ഇരുന്നത്. ഇവിടെ കഞ്ഞിക്കുഴിയിൽ അന്നത്തെ വലിയൊരു പൈസക്കാരൻ അതിന് സഹായം ചെയ്തു. എന്നിട്ട് സഹായം ചെയ്തപ്പോൾ വാടക കൊടുക്കാനില്ല. വാടക അദ്ദേഹം കണ്ടത് 1000-600 ഞാൻ കൊടുത്ത വാടക 22 രൂപയാണ്. സുശീല മൂലമാണ് ഞാൻ ഉണ്ടാക്കിയത്. അതേപോലെ കയർ വ്യവസായിയായിരുന്നു അദ്ദേഹം. എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അതിലത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഞാനൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മെച്ചമായിട്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം സന്തോഷപരമായിട്ട് ഉണ്ടാക്കി തന്നതാണ്. ശരി സാർ, നമുക്ക് നിർത്താൻ സമയം സാർ. എന്തായാലും വളരെ നന്ദി സാറിന്റെ എല്ലാവരുടെ അഭിപ്രായങ്ങളും അതുപോലെ ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ ഇനിയും മറ്റ് ആശുപത്രിയിലേക്ക് കൂടെ ഇതുവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും സഹകരിച്ച എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയുടെ ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.